എബ്രായ ലേഖനം 12-ാം അധ്യായത്തിനകത്ത് അതിൻ്റെ എഴുത്തുകാരനായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് ദൈവത്തെക്കുറിച്ച് പറയുന്നു. അവൻ ദഹിപ്പിക്കുന്ന അഗ്നി എന്നാണ് പറയുന്നത്. ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, ദഹിപ്പിക്കുന്ന അഗ്നി എന്ന് പറയുന്നു. അതേ അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവം ആരാകുന്നു? കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. നോക്കണമേ, ഒരിടത്ത് പറയുന്നു ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി, മറ്റൊരു ഭാഗത്ത് പറയുന്നു ദൈവം കരുണാസമ്പന്നനാകുന്നു എന്ന്. കർത്താവിൽ പ്രിയരെ, ഇപ്പോൾ അവൻ കരുണാസമ്പന്നനായ ദൈവമാണ്, ഇപ്പോൾ മനസ്സലിയുന്ന ദൈവമാണ്. എന്നാൽ ഒരു ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ, മരണാനന്തര ജീവിതത്തിന് ശേഷം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ, വെള്ളസിംഹാസനത്തിന് മുൻപാകെ ദൈവം കരുണയുടെ ദൈവമല്ല, ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അതുകൊണ്ട് ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാദിവസം, ഈ സമയം നമ്മൾ നമ്മളെ തന്നെ ഒരുങ്ങി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നു എങ്കിൽ ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവത്തിൻ്റെ കൈ നമ്മൾ വീഴത്തില്ല. ദൈവത്താൽ നാം അനുഗ്രഹിക്കപ്പെടും. ആമേൻ.